വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്. നിങ്ങളോട് ന്യൂസിലാൻഡിൽ വീട് മേടിക്കുന്ന കാര്യത്തെ പറ്റിയൊക്കെ പറഞ്ഞ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്തൊക്കെയാണ് വീട് മേടിച്ചാലുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നെ എന്തൊക്കെ പണി നമുക്ക് വീട് മേടിച്ചാൽ കഴിഞ്ഞാൽ കിട്ടാം, അതൊക്കെ നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. എന്തൊക്കെ ചിലവുകളുണ്ട് അങ്ങനെയൊക്കെ കാണിക്കാനുള്ള പരിപാടിയാണ്. ഇത് നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ വീടാണ്. അപ്പോൾ കൂട്ടുകാരൻ്റെ വീട്ടിലെ ചെറിയ പണികളും പരിപാടിയൊക്കെ നടക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ വീടിനെ പറ്റിയൊക്കെ സംസാരിക്കാമെന്ന് പറയുന്നു. പിന്നെ ഈ വീട് റെൻറ്റിനാണെങ്കിൽ എന്ത് റെൻറ്റുണ്ട്, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഈ വീടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 3 ബെഡ്റൂം 1 ബാത്റൂം കിച്ചണും ലിവിങ്ങും ഒരു എന്താണ് പറയുക, ഒരു സെപ്പറേറ്റ് ലോണ്ട്രിയും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണ വീടാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് വളരെ ക്ലോസ് ടു ഹാമിൽട്ടൺ ടൗണാണ്. പിന്നെ എനിക്ക് തോന്നുന്ന നമ്മുടെ മലയാളികളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു 60% പ്ലസ് ഒരു 70%ഓളം ആളുകളും ഹോസ്പിറ്റലിലും അതിനു ചുറ്റും ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരൊക്കെ കൂടുതലും താല്പര്യപ്പെടുന്നത് ഹോസ്പിറ്റലിനോട് ചുറ്റും താമസിക്കാനൊക്കെയാണ്. അപ്പോൾ ഹോസ്പിറ്റലിനോട് വാക്ക് ചെയ്യാനുള്ള ദൂരം എനിക്ക് പറഞ്ഞാൽ 500 മീറ്റർ ഇവിടുത്തെ മെയിൻ ഹോസ്പിറ്റൽ, അതായത് വൈക്കാട്ടൂർ DHPയിലേക്കുള്ളൂ. അപ്പോൾ അത്ര ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്. 3 ബെഡ്റൂം. ഇതും ഈ കാണുന്നതും ഒരു മലയാളിയുടെ തന്നെ വീടാണ്. ആ വീട് ചെയ്തിരിക്കുന്നത് ബ്രിക്ക് കൊണ്ടാണ്. ഈ വീട് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. മുമ്പിലൊരു ഡെക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുഴുവൻ തൂജാസും ക്രിസ്മസ് ട്രീ പോലെയുള്ള ചെടികളും കുറച്ച് പൂക്കളും പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. സിമെൻറ്റ് പ്ലാങ്ക് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ബിൽഡ് ചെയ്യാൻ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള നോക്കിയിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് പ്ലാസ്റ്റർ എന്ന് പറഞ്ഞ സംഭവമാണ് എക്സ്പെൻസീവ്. പിന്നെ ഈ സംഭവമാണ് പിന്നെ എക്സ്പെൻസീവ് ആയിട്ട്. ലെസ് എക്സ്പെൻസീവാണ് ശരിക്കും ബ്രിക്ക് എന്ന് പറയുന്നത്. പക്ഷേ ഇന്ത്യൻസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് ഇതാണ് കേട്ടോ, ബ്രിക്കാണ്. അങ്ങനെ നമ്മൾ മെയിൻ ലിവിങ് റൂമിലേക്ക് കയറി. ഒരൊറ്റ ലിവിങ് റൂമാണ് ഉള്ളത് കേട്ടോ. ആ സൈഡിലേക്ക് പോയാൽ കിച്ചൺ, ഡൈനിങ് അവിടെ വരും, കിച്ചൺ അവിടെ വരും. നേരെ ഈ വഴിക്ക് നമുക്ക് കിച്ചണിലേക്ക് കയറാം. ഇവിടെ എന്തായാലും ഒരു നീറ്റ് ആൻഡ് ടൈഡി ആയിട്ട് കിടക്കുന്ന വീടാണ്. 1980 വീടാണെങ്കിലും നീറ്റ് ആൻഡ് ടൈഡിയാണ്. നല്ലവണ്ണം ഇവർ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. ക്രിസ്മസ് കഴിഞ്ഞിരിക്കുകയാണ്, ക്രിസ്മസ് ട്രീയും അതുപോലെ വോളിലെ നല്ല കർട്ടൻസും ഒക്കെ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളിങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് ഡൈനിങ് ടേബിളൊക്കെ വരിക. ഡൈനിങ് ടേബിളൊക്കെ ഇച്ചിരി മാറ്റിയിട്ടിരിക്കുകയാണ്. കാരണം എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് 1980 വീടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ മാത്രം റിനോവേറ്റ് ചെയ്തിട്ടില്ല. ഇതിപ്പോഴും അന്നുണ്ടായിരുന്ന സ്റ്റൈലുള്ള പഴയ ഒരു കിച്ചണാണ്. അപ്പം ഈ കിച്ചൺ മാറ്റാനുള്ള പരിപാടിയാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം കിച്ചണൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ എന്ത് എക്സ്പെൻസ് വരും ഈ സൈസുള്ള കിച്ചൺ. അപ്പം നിങ്ങൾക്ക് അതിനെപ്പറ്റിയൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ത് ചിലവ് വരും എന്നൊക്കെ ഉള്ളത്. ഇപ്പം നമുക്ക് വീട് മേടിച്ച് കഴിഞ്ഞാൽ യൂഷ്വലി ഇപ്പം നമ്മൾ ആദ്യം മേടിക്കുന്ന വീടാണെങ്കിൽ പണിയുള്ള വീടുകൾ നമുക്ക് മേടിക്കാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് കിടക്കുന്ന വീടുകൾ മേടിക്കാം. പണി കഴിഞ്ഞുള്ള വീടുകളാണെങ്കിൽ ആദ്യം വരുമ്പോൾ പണിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്ന ഒരു വീടായിരിക്കും നല്ലത് നിങ്ങൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിഷ്യലി നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും. അപ്പം അതൊക്കെയാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കിച്ചൺ കണ്ടില്ലേ, വെരി ഓൾഡാണ്, ശരിക്കും മാറ്റാറായ കിച്ചണാണ്. ഇതൊക്കെ ഒരു സ്റ്റീലിൻ്റെ മുകളിലൊക്കെ കൊടുത്ത് ഏതാണ്ട് ആ ഇയറിലൊക്കെ എനിക്ക് വേണം ഇങ്ങനത്തെ കിച്ചണൊക്കെയാണ് അന്നത്തെ സ്റ്റൈലാണ് കേട്ടോ. പിന്നെ ഈ പൈപ്പ്സൊക്കെ പറഞ്ഞാൽ ഹോട്ട് വാട്ടറും വാം വാട്ടറും ഒക്കെ, ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടറൊക്കെ വരുന്നത് സെപ്പറേറ്റ് പൈപ്പ്സ് അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ്. അതൊക്കെ സിംഗിൾ ഒരു ഇതിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ഒരു മുഴുവൻ പൊളിച്ച് കളഞ്ഞ് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു വെക്കുന്ന അടുത്തതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോണൊക്കെ കൊടുത്ത്, അത് മാർബിൾ വല്ലതും കൊടുത്ത് അല്ലെങ്കിൽ സ്റ്റോണോ അങ്ങനെയുള്ള ഒരു കിച്ചണാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത്ര ഫ്ലാഷ് ഒന്നും ആയില്ല, എന്നാലും ഈ വീടിന് പറ്റിയൊരു സംഭവം, ഈ വീടുമായിട്ട് ചേർന്ന് നിൽക്കണമല്ലോ, അങ്ങനെയുള്ളൊരു സാധനം ചെയ്യണം. അപ്പോൾ ഇന്ന് തൊട്ട് പണി തുടങ്ങുകയാണ്. അപ്പോൾ എത്ര ദിവസം പിടിക്കും, എത്ര രൂപ വരും, എങ്ങനെയാണ് ഇവർ ചെയ്യുന്നതൊക്കെ അതൊക്കെ നമുക്ക് ഓരോന്ന് കാണാം. ഓക്കെ. പിന്നെ ഈ വീടിൻ്റെ ഗുണമെന്ന് വെച്ചാൽ നല്ല സൺ കയറുന്ന റൂമാണ്. ഇവിടുത്തെ എല്ലാ വീടുകളും തന്നെ പറഞ്ഞിട്ടുണ്ട് ഞാൻ, നല്ലവണ്ണം സണ്ണകത്തേക്ക് കയറാൻ വേണ്ടി ഉള്ള സ്റ്റൈലാണ് ഉണ്ടാക്കുക. കാരണം വെച്ചാൽ ഇവിടെ ഇപ്പോഴും ഞാൻ പറഞ്ഞത് തണുപ്പുള്ള രാജ്യമാണല്ലോ. തണുപ്പുള്ള രാജ്യം മാക്സിമം സൺ കയറാൻ വേണ്ടി ഉള്ള രീതിയിലാണ് പൊസിഷൻ കൊടുക്കുക വീട്. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ഇത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ അങ്ങ് ദൂരെ വലിയൊരു ബിൽഡിങ് കാണാം. അത് ഇവിടുത്തെ ഹോസ്പിറ്റലാണ്. ഞാൻ പറഞ്ഞല്ലോ, ഹോസ്പിറ്റലിനോട് വളരെ അടുത്ത് നിൽക്കുന്നു. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ ഈ വീട്ടിൽ വെന്റിലേഷൻ സിസ്റ്റം, ഈ കാണുന്ന വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ എയർ വരുന്ന ഇതാണ് വെന്റിലേഷൻ സിസ്റ്റത്തിൻ്റെ സ്വിച്ചും പരിപാടിയൊക്കെ. വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
തണുപ്പുള്ള രാജ്യമാകുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല തണുപ്പ് വരുമ്പോൾ ഈ വിൻഡോസിലൂടെ എല്ലാം വെള്ളം ഇങ്ങനെ ഊർന്നിറങ്ങുന്ന പോലെ വരും, അതായത് ക്രൈം വിൻഡോസ് പോലെ. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഈ മുകളിൽ റൂഫ് ഏരിയയിൽ നിന്നും എയർ പുഷ് ചെയ്ത് താഴേക്ക് വിടും. അപ്പം ഇതിനകത്തുള്ള മോയ്സ്ചറും അതുപോലുള്ള എല്ലാം കൂടെ വളരെയധികം കുറേ കണ്ടൻസേഷനും അങ്ങനെയുള്ള സംഭവം കുറയാൻ വേണ്ടിയിട്ടാണ് വെന്റിലേഷൻ സിസ്റ്റം എന്ന് പറയുന്ന സാധനം വെക്കുന്നത്. വെന്റിലേഷൻ സിസ്റ്റമുള്ള വീടുകൾ റെൻറ്റിനാണെങ്കിലും അത് നിങ്ങൾ ഓൺ വീടാണെങ്കിൽ അത് വെക്കുന്നത് നല്ലതാണ്. അത് കുഞ്ഞു പിള്ളേർക്കൊക്കെ ബ്രീത്തിങ് പ്രോബ്ലവും പിന്നെ തണുപ്പുള്ള സമയങ്ങളിലാട്ടോ പറയുന്നത്. തണുപ്പുള്ള സമയം വളരെ ആവശ്യമുള്ളൊരു സാധനമാണ്, അല്ലെങ്കിൽ വല്ലാതെ ഹ്യൂമിഡിറ്റി വീടിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം നമുക്ക് പതുക്കെ ആ പൊളിക്കുന്നതും ഒക്കെ പരിപാടിയെ കാണാം. ഓക്കെ, ഇപ്പം എൻ്റെ ഒപ്പം തന്നെ കുഞ്ഞൊരു 2-3 ചോട്ടാസ് ഉണ്ട് കേട്ടോ. ഇവരൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ കൂടെ. ഓക്കെ, ഹേ ഗായ്സ്, നമ്മൾ നേരത്തെ കണ്ട കിച്ചണാണ് ഈ കാണുന്നത്. ഇവിടെ ഒന്നുമില്ല, എല്ലാം പൊളിച്ച് കുട്ടപ്പനാക്കി ഇട്ടേക്കാണ്. വേസ്റ്റ് വരെ അവർ കൊണ്ടുപോയിട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനെന്താ വെച്ചാൽ എനിക്ക് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പം ഇച്ചിരി രാത്രിയായി. അപ്പോഴാണ് വന്ന് നോക്കുമ്പോൾ മുഴുവൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ കണ്ടില്ലേ, പെട്ടെന്ന് എനിക്ക് ആ പൊളിക്കുന്നതൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പൊളിക്കുന്നത് എന്താണ്, അവരിവിടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടല്ലോ, അപ്പം അവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ എടുക്കാൻ അത്ര ഈസി ആയിരിക്കില്ല. എന്നുവെച്ചാൽ ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ട്, അപ്പം ഈസി ആയിരിക്കില്ല. ഇത് കണ്ടല്ലോ, കുട്ടപ്പനായിട്ടോ. നേരത്തെ നമ്മൾ കണ്ട സ്ഥലമല്ല ഇത്. നോക്കിയേ, മുഴുവൻ മാറ്റി. ഇത് മുഴുവൻ പൊളിച്ചു, ഫ്രിഡ്ജ് ഇങ്ങോട്ട് നീക്കി. അപ്പോൾ ഇനി ഞാൻ വരുമ്പോൾ കുറച്ച് നാളെ എനിക്ക് വേറെ ഒരു ക്യാമ്പിങ് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ വരുമ്പോഴേ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ വരുമ്പോൾ മിക്കവാറും പുതിയ കിച്ചനാട്ടോ കാണുക. അടിപൊളിയായിട്ടില്ലേ, കുട്ടപ്പനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അവർ. അടിപൊളിയായിട്ട് ചെയ്തു. എന്നാലും ഗ്രേറ്റ് ജോബ്. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഇവിടെ വല്ല കിച്ചണോ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. ഇത് നല്ല റീസണബിളായിട്ട് ഇവർ ചെയ്യും കേട്ടോ. ഒരു ഇന്ത്യനാണ് ഇതിൻ്റെ ഷോപ്പിൻ്റെ ഓണർ. ഭയങ്കര റീസണബിളാണ്. മാർബിളൊക്കെ ഇട്ട് ഞാൻ മുഴുവൻ കഴിഞ്ഞിട്ട് ഞങ്ങളെ കാണിക്കാം. അതിൻ്റെ റേറ്റൊക്കെ അപ്പം പറയാം. ഓക്കെ, ഇനി നമുക്ക് മിക്കവാറും ഫിനിഷായിട്ടൊക്കെ കാണുക. ഒരു ദിവസം നമ്മൾ കിച്ചൺ പണി കാണാൻ പറ്റിയില്ല. കുറച്ച് വേറെ തിരക്കും പരിപാടിയായിട്ട് നടക്കേണ്ട വന്നു. അവർ ചെറുതായിട്ടൊക്കെ പണി തുടങ്ങിയിട്ടുണ്ട് കാണാൻ നമുക്ക്. ഇവിടെ റൈറ്റ് സൈഡിൽ ഒരുവിധം എല്ലാം പണി ഇത് ഒരു 80% കഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റ് കളറാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് മുഴുവൻ. ഇതിൻ്റെ മുകളിൽ ഇനി സ്ലാബ് വരണം. സ്ലാബ് വരുന്നത് സ്റ്റോണാണ് വരിക, അത് മാർബിളാണ് വരിക. അതും ഏതാണ്ട് അത് കളർ ഞാൻ ശരിക്കും ഓർക്കുന്നില്ലല്ലോ. ഇതിനൊക്കെ പിന്നെ ഹാൻഡിൽസ് പരിപാടികളൊക്കെ കൊടുക്കണം. ഇത് തുറക്കണം എങ്ങനെ പോലും തുറക്കാൻ പറ്റുന്നില്ല. എനിവേ, ഇതിനുള്ളിൽ രണ്ട് തട്ടാണുള്ളത്. പിന്നെ ഇവിടെയൊക്കെ ഒരു ടൈഡിയപ്പിങ് പരിപാടികൾ വരും. അതുപോലെ തന്നെ മുകളിലും ഇച്ചിരി ടൈഡിയപ്പിങ് വരും. അതൊക്കെ ഇവർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ ഇവിടെ കുറച്ച് ഡ്രോസ് വന്നിട്ടുണ്ട്. ഇതൊക്കെ സ്പൂൺ ഇടാനൊക്കെ ഉള്ളതാണ് കേട്ടോ. സ്പൂൺസിനൊക്കെ അത് ഇതിൻ്റെ ഉള്ളിൽ ഡിവൈഡറും പരിപാടിയൊക്കെ പിന്നെ വരും. ഇതിനെല്ലാം തന്നെ ഹാൻഡിൽസും പരിപാടിയൊക്കെ കൊടുക്കാനുണ്ട്. ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ വരും. ഇവിടെ ഒരു ഇവിടെ 2 വാഷ് ബേസിൻ പരിപാടികൾ വരും. അതിൻ്റെ ഇപ്പറേ ആയിരിക്കണം ഈ സാധനം വരിക എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇത്രയും പണി ആയിട്ടുണ്ട്. പെട്ടെന്ന് കഴിയൂട്ടോ അവർ. എനിക്ക് വേണമെങ്കിൽ ഇന്നും അവർ വന്ന് ബാക്കിയുള്ള പണി സ്റ്റോണിന് ചിലപ്പോൾ സമയം പിടിക്കുമായിരിക്കും. ഫ്രിഡ്ജിനുള്ള സ്പേസാണ് ഇവിടെ കൊടുത്തിരിക്കണേ. കൊള്ളാം. ഒരുവിധം ഇതെല്ലാം കൂടെ കഴിയുമ്പോൾ നീറ്റാവും. കിച്ചൺ ടോയ്ലറ്റൊക്കെ കൂടെ മാറുമ്പോൾ തന്നെ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആവും വീട്. പിന്നെ പെയിൻറ്റിങ്, അതുപോലെ കാർപ്പറ്റ്. പിന്നെ നമ്മൾ വീടൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒന്നെങ്കിൽ നമ്മൾ മേടിച്ച് പുതിയ വീടല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മേടിക്കുമ്പോൾ തന്നെ കൊണ്ട് കാർപ്പറ്റൊക്കെ ഒന്ന് സ്റ്റീം വാഷൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ കയറി താമസിക്കാൻ ശ്രമിക്കുകയാണ് ഏറ്റവും ഈസി. എന്നുവെച്ചാൽ ഫർണിച്ചറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വാഷിങ് അത്ര എളുപ്പമായിരിക്കില്ല. പിന്നെ ഒരു 2 വർഷം കൂടി നമ്മളൊന്ന് ഒരു സ്റ്റീം വാഷ്, അത് ഇവിടെ ഇഷ്ടംപോലെ ആളുകളുണ്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ സ്റ്റീം വാഷ് ചെയ്യാൻ ആ മെഷീൻ നമുക്ക് റെൻറ്റ് എടുക്കാൻ പറ്റും. അതെടുത്തിട്ട് വേണേൽ ചെയ്യിക്കാം. അല്ലെങ്കിൽ ഇവിടെ മലയാളികൾ ഉൾപ്പെടെ പലരും ചെയ്യുന്നുണ്ട്. അവരെ കൊണ്ടൊക്കെ ഇടയ്ക്ക് ചെയ്യിക്കുന്നത് നല്ലതാണ്. പിന്നെ നമുക്ക് വേറെ പണിയെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മലയാളികൾ പലരും തന്നെ പെയിൻറ്റിംഗ് ഒക്കെ റൂമുകളും ഒക്കെ തന്നെ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത്ര വലിയ പണിയല്ല. റോളറൊക്കെ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് പെയിൻറ്റും പരിപാടിയൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. ഈ കിച്ചൺ ചെയ്യലും ടോയ്ലറ്റ് ചെയ്യലും ഒക്കെ ഇച്ചിരി എക്സ്പെൻസീവ് ആയിട്ടുള്ള പരിപാടിയാണ്. കാർപ്പറ്റും അത്ര എക്സ്പെൻസീവ് ആയിരിക്കില്ല. ഇത് സ്റ്റോണും പരിപാടി. ഇതിനൊക്കെ ഒരു 10 years ഒക്കെ വാറണ്ടി തരും ഇവർ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ അവർ അത് മാറ്റി തരും ഇവർ. കുറച്ചും കൂടെ പണി ഇന്ന് ചെയ്യുന്നുണ്ടോ അറിയില്ല. ഇനി ഇപ്പോൾ അവർ പണിക്കാർ വന്നിട്ട് ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഓക്കെ,
ഈ വീടിൻ്റെ പുറകിൽ ഒരു ഇത് പീച്ച് മരമാണ് കേട്ടോ. ഇത് കണ്ടോ, പീച്ച് ഇങ്ങനെ മരം അല്ല, അപ്പോൾ ഫ്രൂട്ട് ഇങ്ങനെ ആയി വരുന്നു. പഴുത്തട്ടൊന്നുമില്ല, പച്ചയായിട്ട് നിൽക്കുന്നു. കുറച്ചും കൂടെ സമയം പിടിക്കും. ഇത് വേറൊരു യെല്ലോ റെഡിലേക്ക് മാറും കേട്ടോ. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഒരു സ്വീറ്റാണ്. ആക്ച്വലി പറഞ്ഞാൽ ഈ വർഷം പഴങ്ങൾ കുറവാണ് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ടായിരിക്കുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ സൈഡിലൊരു പ്ലമ്മും നിൽപ്പുണ്ട്. നമ്മുടെ വീട്ടിലുള്ള പോലത്തെ ഒരു പ്ലമ്മും നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ പഴയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ന്യൂസിലാൻഡിൽ വീട് മേടിക്കുകയാണോ വാടകയ്ക്ക് താമസിക്കുകയാണോ നല്ലത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പം ഈ വീട് ഏതാണ്ട് 2010 മേടിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഏതാണ്ട് അന്ന് കൊടുത്തിരിക്കുന്ന വില എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് $2 ലക്ഷം. ഓക്കെ, അറൗണ്ട് $2 ലക്ഷം എന്നാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പം കറൻ്റ്ലി 2010 മേടിക്കുന്നത് പറഞ്ഞല്ലോ. ഇത് ഏതാണ്ട് ഇപ്പം മാർക്കറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 2022 ഇതിൽ പീക്കിൽ വന്നിരുന്നു. പീക്കിൽ അന്ന് വിറ്റിരുന്നെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു $700,000 $7 ലക്ഷം എത്തിയിരുന്നു കേട്ടോ. അപ്പം ഇപ്പം എനിക്ക് തോന്നുന്നു 6.5 മാർക്കറ്റൊക്കെ ഉണ്ട് ഈ വീടിനൊക്കെ. അപ്പം മനസ്സിലായില്ലേ, വീടുകൾ മേടിക്കുകയാണ് ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ. വാടകയ്ക്ക് താമസിക്കുകയല്ല. പറ്റുമെന്നുള്ള സമയത്ത് വീട് മേടിക്കുക തന്നെയാണ് ബെസ്റ്റ്. വീടുകളുടെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ചെറുതായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇനിയും കൂടുമെന്ന് തന്നെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മുമ്പിലൊരു വീട് ഞാൻ കാണിച്ചിരുന്നില്ലേ, ഈ കാണുന്ന വീട് ഏതാണ്ട് എനിക്ക് തോന്നുന്നത് ഒരു $2,80,000 എങ്ങാണ്ടാണ് 2015 മേടിക്കുന്നതെന്ന് തോന്നുന്നു. ഈ വീടിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് വില ഏതാണ്ട് $7 ലക്ഷം. ഇത് ബ്രിക്കാണ്, അത് ഒരു സിമെൻറ്റ് പ്ലാസ്റ്റർ കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 400 സ്ക്വയർ മീറ്റർ സ്ഥലമാണ് രണ്ട് വീടിനുള്ളത്. അപ്പം ഇതൊക്കെയാണ് പ്രത്യേകത. മനസ്സിലായില്ലേ, വീട് മേടിക്കുകയാണ് നല്ലത്. മനസ്സിലായില്ലേ. ഇപ്പോൾ ഒരു വീട് മേടിക്കുകയാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഇനിഷ്യൽ പേയ്മെൻറ്റ് ഇച്ചിരി കൂടുതലായിരിക്കും. പക്ഷേ ഒരു കുറച്ച് കാലം കഴിയുമ്പോൾ അതിൻ്റെ മന്ത്ലി പേയ്മെൻറ്റ് താഴോട്ട് വരികയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നതെങ്കിൽ അത് ഓരോ വർഷവും മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിന് രണ്ടും ഒരു ഗ്രാഫ് നോക്കിയിട്ടുണ്ടെങ്കിലും വീട് മേടിച്ച് കഴിഞ്ഞാൽ പതുക്കെ താഴോട്ട് വന്ന് റെൻറ്റ് കൊടുക്കുന്ന പൈസയേക്കാളും താഴോട്ട് വരും കുറച്ച് കാലങ്ങൾ കൊണ്ട്. മറ്റേത് റെൻറ്റ് ഇയർലി എന്തായാലും കൂടിക്കൊണ്ട് പോകും. അങ്ങനെയാണല്ലോ, എല്ലാ വർഷവും മുകളിലോട്ട് കയറുക തന്നെയാണ് അവിടുത്തെ ഒരു സ്റ്റൈൽ. അതുപോലെ തന്നെ വീട് മേടിച്ച് കഴിഞ്ഞാൽ പ്രോപ്പർട്ടിക്ക് ഒരു അപ്രീസിയേഷനും ഉണ്ടാവും. മറ്റേതെന്ന് പറഞ്ഞാൽ റെൻറ്റ് അങ്ങ് പോവുകയാണ് ചെയ്യണത്. ഓക്കെ, വർക്കേഴ്സ് വന്ന് പണി ഇന്ന് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റോൺ ഒന്ന് കാണാം കേട്ടോ. സ്റ്റോൺ ഇതിനകത്ത് ഇരിപ്പുണ്ട്. സ്റ്റോൺ ഇരിപ്പുണ്ട്. ഇതാണ് കേട്ടോ സ്റ്റോൺ. ഈ സ്റ്റോണാണ് ഇടുന്നത്. ഈ കളറ് ഒരു ഇച്ചിരി ഡാർക്ക് കളറുള്ള സ്റ്റോണാണ് ഇടുന്നത്. കാരണം വെച്ചാൽ ചെളിയൊന്നും പിടിക്കാതെ നല്ല പോളിഷ്ഡ് സ്റ്റോണാണ്. ഇത് ഒരു സൈഡിൽ വരും. പിന്നെ മറ്റേ സൈഡിൽ വരുന്നത് ഇതാണ് സിങ്ക്. ഇതിൻ്റെ മുകളിൽ വരും. അങ്ങനെയാണ് ഇത് സിങ്കും ഒക്കെ സംഭവങ്ങളൊക്കെയാണ് ആയിരിക്കുന്നത്. അപ്പോൾ പണി കഴിഞ്ഞിട്ട് അടുത്തത് കാണാം. അങ്ങനെ 2 ആഴ്ച കഴിഞ്ഞപ്പോഴേക്ക് ഏതാണ്ട് പീച്ചൊക്കെ ഒരുവിധം പഴുത്ത് നല്ല റെഡിഷ് യെല്ലോ കളറിലേക്ക് മാറിയിട്ടുണ്ട്. കുഴപ്പമില്ലാതെ തിന്നാൻ കൊള്ളാവുന്ന സാധനമാണ്. ഇത് പ്രോബ്ലം വെച്ചാൽ എല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഒരുമിച്ചങ്ങ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് മുഴുവൻ തിന്ന് തീർക്കാൻ പറ്റില്ല. പിന്നെ എൻ്റെ പ്ലമ്മൊക്കെ കൊടുത്ത പോലെ മുഴുവൻ നാട്ടുകാർക്ക് കൊടുത്ത് തിന്ന് തീർക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് അകത്തേക്ക് കയറി നോക്കാം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം എത്തിയിരിക്കുകയാണ്. പിറ്റേ ദിവസത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നു എന്ന് നോക്കാം. ഇവർ വന്നിട്ട് മാർബിള്, ഇത് എന്താണ്, ഇത് റിയൽ മാർബിൾ അല്ല കേട്ടോ. ഇതിന് എന്താ പറയുക, എൻജിനീയർഡ് സ്റ്റോൺ എന്നാണ് പറയുക. അതായത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു സ്റ്റോൺ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻജിനീയർഡ് മാർബിൾ അങ്ങനെയാണ് ഇത് പറയുന്നത്. ഞാൻ ഒന്നും കൂടെ കൺഫേം ചെയ്തിട്ട് പറയാം കേട്ടോ. ലുക്ക് കണ്ടിട്ട് അതെനിക്കതാണ് തോന്നുന്നത്. റിയൽ കട്ട് ചെയ്തിരിക്കുന്ന റോക്ക് പോലുള്ള മാർബിളോ ഗ്രാനൈറ്റ് അതിൻ്റെ ഫാമിലിയിൽ സാധനമല്ല കേട്ടോ ഇത്. ഓക്കെ, ഇതാണ് കളറ്. ഒരു എന്താ പറയുക, ഒരു ചെളി കളറാണ്. അപ്പോൾ അതുകൊണ്ട് എന്താണ്, ചെളി പിടിച്ചിരുന്നാൽ അങ്ങനെ അറിയില്ല. വാഷ് ബേസിന് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. കൊള്ളാം, നല്ല സ്റ്റീൽ ഒരുവിധം സൈസുള്ള സംഭവമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 കബോർഡ് പോലെ വരും. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്താണ് വേസ്റ്റ് ഡിസ്പോസലും പരിപാടിയൊക്കെ ആയിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, ഹാൻഡിൽ വെച്ചിട്ടില്ല. കൊള്ളാം, ഇത്ര വണ്ണം വരിക. ഇതാണ് കിച്ചൺ. അപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല, ഇനിയും വരാൻ പോകുന്നു പണി. കൊള്ളാം, ഒരു റോയൽ ലുക്കിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഭയങ്കര മാറ്റം വരുന്നു കേട്ടോ, ഒരു നല്ലൊരു കിച്ചൺ വരുമ്പോഴേക്ക് അല്ലേ. പിന്നെ വൈറ്റാണ് ഏറ്റവും ഒരു ന്യൂട്രൽ കളർ, അത് തന്നെ വെക്കുകയാണ് ബെസ്റ്റ് എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് എന്നോട്. 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ വരുന്നത്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഇവിടെ ഒരു പൈപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്.
കുറച്ചും കൂടെ നല്ല. നേരത്തെ മിക്സർ ഉണ്ടായിരുന്നില്ല, രണ്ടുണ്ട്. ഹോട്ട് വാട്ടർ ആൻഡ് കോൾഡ് വാട്ടർ 2 സെപ്പറേറ്റ് പൈപ്പ്സ് ആയിരുന്നു. ഇത് അങ്ങനെ ഒരു ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൊള്ളാം, നന്നായി വരുന്നു. ഇനി എനിക്ക് തോന്നുന്നത് ഇവിടെ ഒരു ഫ്ലാഷ് ബാക്ക് വരാണ്ട്. ഫ്ലാഷ് ബാക്കിൻ്റെ ഒരു പീസ് ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, അതായിരിക്കണം ബാക്കിൽ വരാൻ പോകുന്നത്. കുഴപ്പമില്ല, നന്നാവുന്നു. പിന്നെ ഇപ്പോൾ ഹോളിഡേയ്സ് ആണ്. പിന്നെ ഹോളിഡേയ്സ് മാത്രമല്ല, ഇവിടെ ഈ വീട്ടിലുള്ള ആൾക്കാർ ഇവിടെ ഇല്ല, പുറത്ത് നാട്ടിൽ പോയിരിക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് സമയം കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവർ പതുക്കെ ചെയ്യുന്നുള്ളൂ, അവരുടെ ഫ്രീ ടൈം വന്നേ ചെയ്യുന്നുള്ളൂ. ഞാൻ പറഞ്ഞ ഡോക്ടർ റഷ് വേണ്ട, സമയം എടുത്ത് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്. വൃത്തിയാവുകയും ചെയ്യണം, അതാണ്. ഓക്കെ, ഇനി പിന്നെ വരാം നമുക്ക്. ഞാൻ ഹാൻഡിൽസും അതുപോലെ സ്പ്ലാഷ് ബാക്കും ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ ഷോപ്പിലേക്ക് വന്നിരിക്കുകയാണ്. ഇവരാണ് കേട്ടോ കിച്ചൺ ചെയ്ത ടീമുകൾ. ഇവരാണ് ന്യൂസിലാൻഡിൽ എനിക്ക് തോന്നുന്ന വൈക്കാട്ടോ എല്ലായിടത്തും തന്നെ ഇവർ വന്ന് ചെയ്യും. വേണമെങ്കിൽ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ടോയ്ലറ്റോ കിച്ചണോ അങ്ങനെ എന്തെങ്കിലും വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. ഇവരുടെ സൈറ്റിലും എല്ലാം കയറി ഒന്ന് കോൺടാക്ട് ചെയ്ത് നോക്ക്. ഇവർ നല്ല റീസണബിളായിട്ട് കോട്ട് തരും. ഇവിടെ അഭിനവ് എന്ന് പറഞ്ഞ ഒരാളാണുള്ളത്, നോർത്ത് ഇന്ത്യൻ ആണ്. പുള്ളി നല്ലോണം ചെയ്യുന്നുണ്ട്. എനിക്ക് നല്ല ഇതിനു മുമ്പുള്ള ഒരു കിച്ചൺ ചെയ്തിട്ടും എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അകത്ത് കയറി നോക്കാം. അകത്തേക്ക് കയറി കഴിഞ്ഞാൽ കുറച്ച് കിച്ചൺ പാറ്റേൺസും പരിപാടിയൊക്കെ ഉണ്ട്. അല്ലാതെ തന്നെ ഇഷ്ടംപോലെ പാറ്റേൺസൊക്കെ നമുക്ക് നോക്കി സെലക്ട് ചെയ്യാം. നമുക്ക് ഇതിൽ നിന്ന് വേണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വേണമെങ്കിൽ വരുത്താം. പിന്നെ സ്റ്റോൺസ്, മാർബിൾസ്, അങ്ങനെ പല സാധനങ്ങളും ഇവിടെ കാണാം. ഇതാണ് നമ്മുടെ അവിടെ ഇട്ടിരിക്കുന്ന ടൈപ്പ് കേട്ടോ. ഇത് എൻജിനീയർ സ്റ്റോൺ എന്നാണ് പറയുക. ഇത് റിയൽ ഗ്രാനൈറ്റോ മാർബിളോ ഒന്നുമല്ല, അത് ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഒരു തരം ടൈപ്പ് സ്റ്റോണാണ്. ഓക്കെ, അപ്പം ഞാൻ വിചാരിക്കുന്നത് അപ്പം അത് ആ സ്പ്ലാഷ് ബാക്ക് ആ കളർ തന്നെ. പിന്നെ ഹാൻഡിൽസ് ഞാനിവിടെ പറഞ്ഞിരുന്നു, ഒരു ഡിഫറെൻറ്റ് ഹാൻഡിൽസും കൂടെ ഞാൻ സെലക്ട് ചെയ്തിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഏതാണ്ട് സെലക്ഷനൊക്കെ കഴിഞ്ഞു. ഞാൻ പതുക്കെ പോവുകയാണ്. ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻസ് ഉണ്ട് പലത്. ഒരുവിധം റീസണായിട്ട് ഇവർ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും വീട്ടിലേക്ക് ആവശ്യങ്ങളുണ്ടെങ്കിൽ അവരൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുക, ഇവരൊന്ന് ചെയ്യുമെന്ന് ചോദിച്ചു നോക്കുക. ഓക്കെ, അങ്ങനെ ഏതാണ്ട് പണിയൊക്കെ തന്നെ കഴിഞ്ഞു. സ്പ്ലാഷ് ബാക്ക് പരിപാടികളൊക്കെ തന്നെ ഇവിടെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഈ സ്പ്ലാഷ് ബാക്ക് ആട്ടോ വെച്ചത്. കാരണം എന്താ വെച്ചാൽ കുറച്ചും കൂടി ഒരു കോമ്പറ്റീവ് പ്രൈസിന് എനിക്ക് കിട്ടി. ഇത് അവരുടെ ഒരു ലെഫ്റ്റ് ഓവർ പീസ് ഉണ്ടായിരുന്നതാണ്. കുഴപ്പമില്ല, ഗുഡ്. അങ്ങനെ അവിടെ വെച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇവിടെയും ഒരു സ്പ്ലാഷ് ബാക്ക് സ്മോൾ പീസായിട്ട് അടി കൊടുത്തുള്ളൂ. മുകളിലേക്ക് മുഴുവൻ കൊടുക്കണം നോക്കുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ട് തോന്നി. അതുകൊണ്ട് അവിടെ ചെയ്തില്ല, പെയിൻ്റ് അടിച്ചത് സോർട്ട് ഔട്ട് ചെയ്തു. കൊള്ളാം. അങ്ങനെ നല്ലൊരു കിച്ചനായി മാറിയിട്ടുണ്ട്. നോട്ട് ബാഡ്. പിന്നെ ഏറ്റവും രസം എന്ന് വെച്ചാൽ ഇത് സ്റ്റോൺ ആയതുകൊണ്ട് ലോങ് ലാസ്റ്റിംഗ് ആണ്. ചീത്തയാവുന്ന പേടിക്കേണ്ട, വെള്ളം പേടിക്കേണ്ട. ഇതിൻ്റെ ഹാൻഡിൽസ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പ് ഇതിൽ ഒരു ഡിവൈഡേഴ്സ്, സ്പൂണൊക്കെ വെക്കാൻ ഡിവൈഡേഴ്സ് പരിപാടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു വേസ്റ്റ് ബിൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ പുറത്തേക്ക് പോപ്പ് ചെയ്ത് വരികയാണ് വേസ്റ്റ് ബിൻ. അപ്പം ഇത് അടയ്ക്കുമ്പോൾ കൂളായിട്ട് നിന്ന് ആ ലിഡോടെ അടഞ്ഞു നിന്നോളും. ആ പരിപാടിയുള്ള അല്ലേ, ഇങ്ങനെ അടഞ്ഞ് കണ്ടോ, അതിൻ്റെ ഉള്ളിലേക്ക് കയറി പോവുകയാണ്. അങ്ങനെ കൂടെ ഇത് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും കേട്ടോ സാധനം, ഡോറ്. ആക്ച്വലി ഈ കിച്ചന് ടോട്ടൽ ആയെന്ന് പറയുന്നത് ഒരു $7,500 കേട്ടോ ആയത്. അതായത് ഇന്ത്യൻ റുപ്പി വെച്ചിട്ട് 3.5 ലക്ഷം രൂപ 4 ലക്ഷം രൂപ ആയിട്ടുണ്ട്. ഇത് ഇന്ത്യൻ റുപ്പി വെച്ച് നോക്കുമ്പം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയുണ്ട്, മുതലാണോ അല്ലയോ എന്ന് പറയുക. ഇത് നമ്മുടെ ഇവിടുത്തെ വെച്ചിട്ട് 7,000 എന്ന് പറഞ്ഞ ഒരു കിച്ചന് നോക്കുമ്പോൾ ഇതുപോലെ ഒരു കിച്ചനൊക്കെ കിട്ടുക വലിയ റേറ്റ് അല്ല. ഇപ്പം നമ്മൾ പറഞ്ഞിരിക്കുന്ന ഫ്ലാഷ് കിച്ചണൊക്കെ ഒരു $25,000-30,000 കൊടുക്കേണ്ടി വരും. ഇതിന് ഈ പ്രൈസ് വെച്ച് കൊള്ളാം. ഏതാണ്ട് ഇതുപോലുള്ളൊരു വീടാണെങ്കിൽ ഈ അറൗണ്ട് ദിസ് പ്ലേസിൽ $550 പെർ വീക്ക് റെൻറ്റിന് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെയുള്ള ഓരോ പരിപാടികളൊക്കെ മനസ്സിലായി കാണും, എങ്ങനെയൊക്കെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കുന്ന നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പരിപാടിയും ഇതൊക്കെ എളുപ്പമാണോ, നാട്ടിൽ മാത്രമല്ല അങ്ങനെയുള്ള ആശയമാരും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കുള്ളൂ, ഇവിടെ നടക്കുമോ, എല്ലാ കാര്യങ്ങളും നടക്കട്ടെ. നമുക്കങ്ങ് ആ ട്രാക്കിലേക്ക് വരണം. പിന്നെ കുറച്ചും കൂടി ഈസിയാണ്. നമ്മുടെ നാട്ടിലെ പോലെ അത്ര വലിയ ഇതില്ല. ഇപ്പോൾ ഇവനെ വിളിച്ച് കഴിഞ്ഞാൽ പണി ചെയ്യാൻ വന്നാൽ അവൻ പറയുന്ന ഡേറ്റ് ഉണ്ട്, ഒരു ഇത്ര ദിവസം 5 days എന്ന് പറഞ്ഞാൽ 5 daysനുള്ളിൽ അവൻ പണി തീർത്ത് വരും. അങ്ങനെ ഗുണമുണ്ട്. അതിനിടയ്ക്ക് അവൻ വേറെ പണി പിടിക്കാൻ പോകുന്ന പരിപാടികളൊന്നുമില്ല. പിന്നെ ഇതെല്ലാം ഒരു പലരും കോട്ട് തരും. അങ്ങനെയൊക്കെ നമുക്ക് ഡിഫറെൻറ്റ് കോട്ട് എടുക്കാം. അതൊക്കെ പക്കയായിരിക്കും. തട്ടിപ്പുകളോ പരിപാടികളും കുറച്ചുകൂടി ഈസിയാണ് ലൈഫ് ഇവിടെ. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ലൈഫ്. ഓക്കെ, അപ്പോൾ ഇതുമായിട്ട് ഞങ്ങളൊക്കെ പൊരുത്തപ്പെട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരോടും ഞാൻ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ്.